അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ചെറിയൊരു മനസ്സിലേക്കൊരു കാര്യം തോന്നി. അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തെന്നാൽ എല്ലാവർക്കും നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാവർക്കും അത് സാധിച്ച് കിട്ടണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടെ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഒരുപാട് ഉയർച്ചയിലെത്തണം, അതുപോലെ നല്ലൊരു ജോലി വേണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർ ചിന്തിക്കുന്ന ആ രീതിയിൽ എത്തണം എന്ന ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അതിനൊത്ത് ഹാർഡ് വർക്ക് ഉണ്ടാവില്ല. കാരണം അവന് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആഗ്രഹങ്ങൾ മാത്രം പോരാ, ആ ആഗ്രഹത്തിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ആ കാര്യം സാധിക്കാൻ ഇങ്ങനെ അടുത്തടുത്ത് എത്തുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കുറ്റം പറയും, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പതിവാണ്, അത് സൊസൈറ്റിയിൽ പതിവാണ്. അപ്പോൾ അതൊക്കെ നേരിടാനുള്ള ഒരു കഴിവ് അവൻ്റെ മനസ്സിനുള്ളിൽ നല്ല രീതിയിൽ വേണം. എന്നാലേ അവൻ ചിന്തിച്ച രീതിയിൽ അവൻ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ എത്തുകയുള്ളൂ. പിന്നെന്ന് പറയാനുള്ളത്, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പകുതിന്ന് വിട്ട് തിരിയാൻ പാടില്ല. അവൻ ആ സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ അതിനു വേണ്ടി അധ്വാനിക്കണം, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറൂല എന്നൊരു വിശ്വാസം അവൻ്റെ മനസ്സിനുള്ളിൽ നല്ല രീതിയിൽ വേണം. എന്നാൽ ആ ഒരു സ്ഥാനത്തേക്ക് അവനെത്തും. അത് ജോലിയാകട്ടെ, ആ കാര്യം അവന് നേടിയെടുക്കുന്നത് വരെ അവനൊരു സമാധാനമുണ്ടാവില്ല. നല്ല രീതിയിൽ ടെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നേരിടാനുള്ള ഒരു മനസ്സ് അവനിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, അവൻ ആ കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. ഏതൊരു കാര്യത്തിനും മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവന് ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതൊന്ന് കയറാൻ അവനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എന്തായിരിക്കും? എളുപ്പമായിരിക്കും. അത് ഉറപ്പാണ്. എത്ര കഷ്ടമുണ്ടെങ്കിലും ആ ഒരു ആദ്യത്തെ ഒരു പടി, ആദ്യത്തെ ഒരു ചുവട് അവന് കടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അവന് എളുപ്പമായി തോന്നും, ഒരു കഷ്ടം ഉണ്ടാവില്ല. പിന്നെന്തെന്ന് വെച്ചാൽ, നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ ഇഷ്ടങ്ങളാണ്. എനിക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവർ എന്ത് പറയുന്നു, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല ബ്രോ. അത് ഒരാവശ്യമില്ല. സ്വന്തം എനിക്കെന്ത് ചിന്തിക്കണം, എനിക്കെന്ത് ആഗ്രഹമുണ്ട്, അത് എനിക്ക് സാധിച്ചെടുക്കണം, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതെനിക്ക് സാധിച്ചെടുക്കണം എന്ന ചിന്തയിലൂടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം. നാം എത്ര കഷ്ടപ്പെട്ടാലും അവസാനം വിജയിക്കുന്ന ഒരു മൊമെൻ്റ് വരാനുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണെന്ന്. പക്ഷേ കളിയാക്കിയവർ പറയും, തമാശ പറഞ്ഞവർ പറയും അവൻ്റെ ഒരു ഭാഗ്യമെന്ന്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ അധ്വാനം. നിങ്ങൾക്കൊരു കാര്യം സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു നിലയിലെത്തും, ആ ഒരു സ്ഥാനത്തേക്ക് ഞാൻ എത്തും എന്നൊരു കാര്യം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിനുള്ള അധ്വാനം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അത് മതി നിങ്ങൾക്ക്. കാരണം അവിടേക്ക് എത്തുമെന്നൊരു ആഗ്രഹം അവൻ്റെ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നാലേ അവൻ അത് ആഗ്രഹിക്കുകയുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുണ്ട്, വിജയം ആസ്വാദകരമാക്കണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. എത്ര നല്ല കാര്യമാണ് പറഞ്ഞത്. കാരണം അത് നമ്മളിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓരോ വിജയം നമുക്ക് കൈവരിക്കണമെങ്കിൽ അതിലൊരുപാട് പ്രയാസങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. അതനുഭവിക്കാനുള്ള ഒരു ധൈര്യം, അതിനുള്ള ആ ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ നാം ഉറപ്പായും അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാ പരിശ്രമത്തിലും ഓരോ പരാജയമുണ്ടാകും. അപ്പോൾ ആ ഒരു പരാജയത്തിൽ നാം പിന്മാറാതെ ഇനിയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.